ഈശോയിലേറ്റവും പ്രിയമുള്ളവരെ, മംഗളവാർത്തക്കാലം 4-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ യൗസേപ്പ് പിതാവിന് ലഭിച്ച അറിയിപ്പിനെ കുറിച്ചാണ് നാം ശ്രവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളെല്ലാം. മംഗളവാർത്തക്കാലത്തെ ഓരോ ഞായറാഴ്ചയും അറിയിപ്പുകളാണ്, പലർക്ക് ലഭിക്കുന്ന ദൈവീക അറിയിപ്പുകൾ, സവർസ അല്ലെങ്കിൽ സുവാർത്ത, സുവിശേഷ അറിയിപ്പുകളാണ്. ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള മുൻസൂചനകളും ജനനത്തെക്കുറിച്ച് നേരിട്ടുമുള്ള അറിയിപ്പുകളാണ്. ഇന്ന് ശ്രവിക്കുന്ന ഈ അറിയിപ്പ് വിശുദ്ധ യൗസേപ്പ് പിതാവിന് ഈശോയുടെ മനുഷ്യാവതാരത്തിൽ എത്രമാത്രം അദ്ദേഹം സഹകരിച്ചു, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എല്ലാം വ്യക്തമാക്കുന്ന വചനഭാഗങ്ങളാണ് നമ്മൾ ശ്രവിക്കുന്നത്. ഒന്നാമതായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ തുടങ്ങുന്നത് തന്നെ അബ്രാഹത്തിൻ്റെ പുത്രൻ ദാവീദിൻ്റെ പുത്രൻ ഈശോ മിശിഹായുടെ വംശാവലി. അപ്പോൾ ദാവീദിൻ്റെ പുത്രനായ ഈശോ മിശിഹായെ അവതരിപ്പിക്കുവാൻ ദാവീദുമായുള്ള ഈശോ മിശിഹായുടെ ബന്ധം അത് 16-ാം വാക്യത്തിൽ കാണുന്നു. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ യൗസേപ്പിൻ്റെ പിതാവായിരുന്നു. അങ്ങനെ യൗസേപ്പിൽ വന്ന് എത്തി നിൽക്കുകയാണ് ഈ വംശാവലി ചരിത്ര ഗ്രന്ഥം. മാർ യൗസേപ്പിലൂടെയാണ് ദാവീദിൻ്റെ പുത്രൻ എന്നുള്ള ആ ഒരു പ്രത്യേക സംജ്ഞ ഈശോയ്ക്ക് ലഭിക്കുന്നത്. യൗസേപ്പ് പിതാവ് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവനാണ്, ദാവീദിൻ്റെ പുത്രനായിരുന്നു. ആ യൗസേപ്പ് പിതാവിൻ്റെ രാജകീയമായ കുലീനമായ സ്വഭാവവിശേഷതകൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, പ്രവർത്തനം എല്ലാം വെളിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈശോയുടെ ജനനത്തിൽ, ഈശോയുടെ പരിപാലനത്തിൽ ആ വിശുദ്ധ പിതാവിനുണ്ടായിരുന്ന അദ്വിതീയമായ പങ്ക് എന്താണെന്ന് കൂടെ വ്യക്തമാക്കുകയാണ്. വാസ്തവത്തിൽ ഇന്നത്തെ സുവിശേഷം ഈശോയുടെ ജനനത്തെക്കുറിച്ച് തന്നെയാണ്. മത്തായി 1:18 ഈശോ മിശിഹായുടെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള മത്തായിയുടെ സുവിശേഷം അത് വ്യത്യസ്തമായൊരു രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. വിശുദ്ധ ലൂക്ക പരിശുദ്ധ മാതാവിൻ്റെ വീക്ഷണത്തിലുള്ള, മാതാവിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു വിവരണമാണ് നൽകുന്നതെങ്കിൽ യൂദയാസഭയിൽ മത്തായി, യൂദയാസഭയ്ക്ക് വേണ്ടി, യഹൂദ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി എഴുതപ്പെട്ട സുവിശേഷത്തിൽ യഹൂദ പാരമ്പര്യങ്ങളെല്ലാം, അതിൻ്റെ പശ്ചാത്തലങ്ങൾ വ്യക്തമായി അറിയാവുന്ന, പലസ്തീനിയൻ പാരമ്പര്യങ്ങൾ അറിയാവുന്ന മത്തായി അതനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവൻ്റെ മാതാവായ മറിയവും യൗസേപ്പിൽ നിന്നുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെടുന്നു. അപ്പോൾ യഹൂദ ആചാരമനുസരിച്ച് വിവാഹത്തിന് മുമ്പുള്ള, ഏതാണ്ട് 1 വർഷം മുമ്പുള്ള ആ ഒരു കർമ്മമാണ് വിവാഹ നിശ്ചയം. അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ടാണ് ആഘോഷമായി വരന് വധുവിൻ്റെ ഭവനത്തിൽ പോയി വധുവിനെ എതിരേറ്റുകൊണ്ട് പോകുന്ന ആ കർമ്മം, വിവാഹത്തിൻ്റെ കർമ്മം. അതിനിടയ്ക്ക് ഉള്ള സംഭവങ്ങളാണിത്. അപ്പോൾ വിവാഹ നിശ്ചയം കഴിയുമ്പോൾ തന്നെ അവർ ഭാര്യാഭർത്താക്കന്മാരായി അറിയപ്പെടും, പക്ഷേ ഒന്നിച്ച് സഹവസിക്കുന്നില്ല. അങ്ങനെ വിവാഹ നിശ്ചയം ചെയ്ത ഒരാൾ വിവാഹത്തിൽ നിന്ന് വേർപെടണമെങ്കിൽ അതിന് പ്രത്യേകമായ നടപടിക്രമങ്ങളുണ്ട്. അതായത് വിവാഹത്തിൻ്റെ ഒരു ഉടമ്പടിയുടെ ആദ്യ പടിയാണ്. ആ അവസരത്തിലാണ് പരിശുദ്ധ കന്യാമറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി തീർന്നുവെന്ന് മത്തായി അവർ അറിയിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം വഴിയാണ് പരിശുദ്ധ മാതാവ് ഈശോയെ ഗർഭം ധരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കി അവതരിപ്പിക്കുകയാണ്. മാതാവിൻ്റെ കന്യാത്വം വളരെ വ്യക്തമായി അവതരിപ്പിക്കാൻ വേണ്ടിയാണ് മത്തായി ഈ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത്. എന്നാൽ ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ഒരാൾ ഗർഭിണിയായി തീരുക എന്ന് പറയുന്നത് ദൈവികമായ ഒരു പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവാണ് എല്ലാത്തിൻ്റെയും ഉറവിടം. പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കുന്നതായ ഉൽപ്പത്തി പുസ്തകം 1-2, ജൂഡിറ്റ് 16-ാം അധ്യായം 14-ാം വാക്യത്തിൽ ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവർ തന്നെ സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അങ്ങേ അരൂപിയെ അയക്കുക, സകലം സൃഷ്ടിക്കപ്പെടും, ഭൂമുഖം പുതുതാവുകയും ചെയ്യും. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആ ദിവ്യമായ ഒരു ശക്തി, അതിലൂടെ ദൈവികമായൊരു പ്രവൃത്തിയാണ് പരിശുദ്ധ കന്യാമറിയത്തിൽ നടന്നത് എന്ന് കാണപ്പെടുകയാണ്. പക്ഷേ യൗസേപ്പ് പിതാവിന് ഇത് മനസ്സിലാകുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ്? യൗസേപ്പ് പിതാവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് വെളിച്ചം വീശുന്ന വരികളാണ് 19-ാം വാക്യം മുതൽ കാണുന്നത്. അവിടെ അവളുടെ ഭർത്താവായ യൗസേപ്പ് നീതിമാനാകിയാലും
അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ്. അപ്പോൾ യോസേപ്പ് പിതാവിൻ്റെ പ്രത്യേകത, അദ്ദേഹം നീതിമാനാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ നീതി അനുസരിച്ച്, യഹൂദ നിയമം അനുസരിച്ച്, നിയമാവർത്തന പുസ്തകം 17ഉം 22ഉം ഒക്കെ അധ്യായങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ, വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം സഹവസിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഗർഭിണിയായി തീർന്നുവെന്ന് കണ്ടാൽ തീർച്ചയായും അത് വലിയൊരു കുറ്റമാണ്. ആ കുറ്റം ആരോപിച്ചാൽ അവർ വലിയ മാരകമായ ശിക്ഷയ്ക്കാണ്, വധശിക്ഷയ്ക്ക് തന്നെ വിധിക്കപ്പെടും, കല്ലെറിയണം എന്നുള്ളതാണ്. മാർ അപ്രയം സഭാപിതാവ്, സുറിയാനി പിതാവ് പറയുന്നുണ്ട്, യോസേപ്പ് പിതാവിന് വേണമെങ്കിൽ അതിനുള്ള ഒരു പരാതി കൊടുത്ത് അതിൽ ആദ്യത്തെ കല്ലെറിയേണ്ട ആൾ അദ്ദേഹമാണെന്നാണ് ദിയാത്തസ്രാവൻ വ്യാഖ്യാനത്തിൽ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു കാര്യം അദ്ദേഹം ചെയ്യുന്നില്ല. യോസേപ്പ് പിതാവിൻ്റെ നീതി ഒരു സുവിശേഷ നീതിയാണ്. അതായത് നിയമഗ്രന്ഥങ്ങളിലെ അക്ഷരങ്ങൾ നോക്കി ഒരാളെ കുറ്റം വിധിക്കുവാനല്ല, അല്ലെങ്കിൽ അർഹിക്കുന്ന തരത്തിലുള്ള ശിക്ഷ നൽകുക, തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ കൊടുക്കുക, അതിനപ്പുറത്തുള്ളൊരു നീതിയാണ് യോസേപ്പ് പിതാവ് കാണിക്കുന്നത്. അതായത് കരുണ നിറഞ്ഞൊരു നീതിയാണ്. യോസേപ്പ് പിതാവിൻ്റെ വ്യക്തിത്വം നിറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, കരുണ നിറഞ്ഞൊരു നീതി കാണിക്കുകയാണ്. സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പ്രീശന്മാരുടെയും നീതി അതിലംഘിക്കുന്നതായിരിക്കണം. മത്തായി 5:20. അത്തരത്തിൽ സാധാരണ നീതിയെ അതിജീവിക്കുന്ന ഒരു നീതിയാണ് യോസേപ്പ് പിതാവ് കാണിക്കുന്നത്. കാരണം എന്താണ്? തൻ്റെ പ്രാണപ്രേയസിയെ അപമാനിതയാക്കുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ബാഹ്യമായ രീതിയിൽ എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ലെങ്കിൽ തന്നെയും മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാൻ, മാതാവിൽ കുറ്റം ആരോപിക്കുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു, രഹസ്യമായി അവിടുന്ന് മാറുക. കാരണം ഇത് ദൈവികമായൊരു പ്രവർത്തനത്തിലൂടെയാണ് മാതാവ് ഗർഭം ധരിച്ചിരിക്കുന്നതെങ്കിൽ അതിൽ ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല. അങ്ങനെ അദ്ദേഹം രഹസ്യമായി ഉപേക്ഷിക്കുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം അദ്ദേഹം കാണുകയാണ്. സ്വയം അതിൻ്റെ ഒരു ഭാരം, അതിൻ്റെ ഒരു പാപഭാരം ഏൽക്കുന്നത് പോലെ അദ്ദേഹം മാറി നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള അവസരത്തിലാണ് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ദാവീദിൻ്റെ പുത്രനായ യോസേപ്പേ, ദാവീദിൻ്റെ പുത്രൻ എടുത്തു പറയുകയാണ്, നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ആണ്. അവൾ 2 പ്രാവശ്യം ആവർത്തിക്കുകയാണ്. അവൾ പരിശുദ്ധ മാതാവ് പരിശുദ്ധാത്മാവിനാൽ, അവൾ കന്യകയായിരുന്നു, അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു എന്നുള്ള കാര്യം. ഈ സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്ന യോസേപ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ സ്വപ്നക്കാരൻ ജോസഫ് ദ ഡ്രീമർ, സ്വപ്നക്കാരൻ യോസേപ്പിനെ നമ്മൾ അനുസ്മരിക്കും. ആ പഴയ നിയമത്തിലെ യോസേപ്പിനെ പോലെയുള്ള ഒത്തിരി സാദൃശ്യം ഈ പുതിയ നിയമത്തിലെ യോസേപ്പിനുമുണ്ട്. ഈ പുതിയ നിയമത്തിലെ യോസേപ്പിൻ്റെയും പിതാവിൻ്റെ പേര് നമുക്കറിയാം, യാക്കോബ് എന്നാണ്. പുതിയ നിയമത്തിലെ യോസേപ്പും ഇതുപോലെ തന്നെ ഈജിപ്തിലേക്ക്, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി ഇസ്രായേൽ ജനത്തെ തിരിച്ചു കൊണ്ടുവരുന്നത് ഈ പഴയ നിയമത്തിലെ യോസേപ്പിൻ്റെ ഇടപെടലാണെങ്കിൽ, പുതിയ നിയമത്തിലെ യോസേപ്പ് ഇതുപോലെ തന്നെ ഈശോ മിശിഹായെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഈജിപ്തിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതിനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ യോസേപ്പ് പിതാവ് മഹാവിരക്തനായ യോസേപ്പ് പിതാവ്, പഴയ നിയമത്തിലെ യോസേപ്പ് അതുപോലെ തന്നെ വിരക്തനായ വിശുദ്ധനായ ഒരു വ്യക്തിയാണ്, പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെ യോസേപ്പ് പിതാവുമായുള്ള ഒത്തിരി സാദൃശ്യം, പഴയ നിയമ യോസേപ്പുമായുള്ള സാദൃശ്യം ഇവിടെ കാണാൻ കഴിയും. അങ്ങനെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ യോസേപ്പ് പിതാവ് സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ സന്ദേശം ലഭിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഉണർവിലും ഉറക്കത്തിലും ഉണർവിലും ദൈവീയ കാര്യങ്ങൾ ചിന്തിക്കുന്ന അധ്വാനനിരതനായ ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ആ ഉറക്കത്തിൽ ദൈവിക ദൂതനെ സ്വപ്നം കാണുക എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത നൈർമല്യം വിളിച്ചോതുന്നതാണ്. അതുകൊണ്ട് ആ ഒരു സന്ദേശം അദ്ദേഹം ലഭിക്കുകയാണ്. അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്. അവളുടെ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് ഈശോ എന്ന് പേരിടണം. അപ്പോൾ യോസേപ്പ് പിതാവിന് കൊടുക്കുന്നൊരു ദൗത്യം, നീ അവന് പേരിടണം. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് 25-ാം വാക്യത്തിൽ അവൻ ശിശുവിന് ഈശോ എന്ന് പേരിട്ടു. അപ്പോൾ പേരിടുന്നതിലൂടെയാണ് യോസേപ്പ് പിതാവ് ഈശോയുടെ ഔദ്യോഗിക വളർത്തു പിതാവായി മാറുന്നത്. നോട്ട് ബൈ ജനറേഷൻ എന്ന് പറഞ്ഞാൽ യോസേപ്പ് പിതാവ് ഈശോയുടെ ഭൗതികമായ ബാഹ്യമായൊരു പിതാവല്ല, മറിച്ച് യോസേപ്പ് പിതാവ് ഈശോയെ ദത്തുപുത്രനായി സ്വീകരിക്കുകയാണ്, വളർത്തു പിതാവായി അംഗീകരിക്കപ്പെട്ട് സ്വീകരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു നിയമ സംവിധാനം യഹൂദരുടെ ഇടയിലുണ്ടായിരുന്നു. അതനുസരിച്ച് അതുകൊണ്ടാണ് ഈശോയെ കുറിച്ച്
നമ്മൾ കാണുന്നുണ്ട്. മത്തായി 13:55 കാണുന്നുണ്ട്. ഇവൻ തച്ചൻ്റെ മകനല്ലേ? യോസേപ്പ് പിതാവിനെ കുറിച്ച് തന്നെ ആളുകൾ വിളിക്കുന്നത് അങ്ങനെയാണ്. ഈശോയെ വിളിക്കുന്നത് യോസേപ്പ് പിതാവിൻ്റെ മകൻ, തച്ചൻ്റെ മകൻ എന്നാണ്. അപ്പോൾ യോസേപ്പ് പിതാവിൻ്റെ ആ വലിയ പ്രാധാന്യം എന്താണ്? നീ അവന് ഈശോ എന്ന് പേരിടണം. ഈശോ എന്ന വാക്ക്, ആ വാക്ക് തന്നെ ഒരു പ്രവൃത്തിയുടെ അടയാളമാണ്, അർത്ഥമാണ്. യഹോഷ്വ, യാഹുവെ രക്ഷിക്കുന്നു. യേശുവ അതിൻ്റെ സുറിയാനി രൂപമാണ് ഈശോ എന്നുള്ള പേര്. ഗ്രീക്കിലാണ് യേസുസ് ക്രിസ്തോസ്, അതിൽ നിന്നാണ് ജീസസ് ക്രൈസ്റ്റ്, യേശു എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സുറിയാനി സഭകളിൽ നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ 1811 ആദ്യത്തെ ബൈബിൾ വിവർത്തനത്തിൽ പോലും ഈശോ എന്ന വാക്കാണ്, അത് പ്രൊട്ടസ്റ്റൻ്റ് വിവർത്തനമാണെങ്കിൽ പോലും ഈശോ എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കുന്നവൻ, യാഹുവെ രക്ഷിക്കുന്നവനാണ് ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം. ഈശോ രക്ഷിക്കുന്നവനാണ്. അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്നുണ്ട്, ആകാശത്തിന് കീഴിൽ രക്ഷയ്ക്കായി വേറൊരു നാമവുമില്ല. ആ ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈശോയുടെ നാമത്തിൽ ശിഷ്യന്മാർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. റോമാലേഖനം 10-9 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഈശോയുടെ നാമം ഹൃദയത്തിൽ, ഈശോയുടെ നാമം അവൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ, ഹൃദയത്തിൽ അവനെ ദൈവം പിതാവ് ഉയർപ്പിച്ചുവെന്ന് നിങ്ങൾ ഏറ്റുപറയുമ്പോൾ നിങ്ങൾ രക്ഷ പ്രാപിക്കും. അങ്ങനെ രക്ഷ നൽകുന്ന ഒരാൾ മിശിഹ, രക്ഷ നൽകുന്ന ഈശോയുടെ പ്രഖ്യാപനം. ആദ്യത്തെ പ്രസംഗം അതാണല്ലോ, 4:17 മത്തായി. അവിടെ പറയുന്ന മാനസാന്തരപ്പെടുവിൻ. പഴയ നിയമ ജനതയുടെ ചിന്താഗതി അനുസരിച്ച് മിശിഹ ഒരു പാപമോചകനായിട്ട് അവരെ കണ്ടിരുന്നില്ല. മിശിഹ എപ്പോഴും ഒരു രാജാവാണ്, രാജഭരണം നടത്തുന്ന വ്യക്തിയാണ്. ദാവീദിനെ പോലെയുള്ള ഒരു മിശിഹ, രക്ഷകനായ മിശിഹ എന്ന അർത്ഥത്തിലല്ല, ബാഹ്യമായ രക്ഷകനാണ്, പൊളിറ്റിക്കൽ മിശിഹയാണ്. അവരെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന, അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും പകർന്നു നൽകുന്ന ഒരു രാജാവിനെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈശോ എങ്ങനെയുള്ളവനാണ്? പാപങ്ങളിൽ നിന്നും മോചനം നൽകുന്നവനായിട്ടാണ്. മത്തായിയുടെ സുവിശേഷം 9:26 നമ്മൾ കാണുന്നുണ്ട്, തളർവാദ രോഗിയോട് പറയുന്ന വാക്ക് 2:6 തളർവാദ രോഗിയോട് നിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അവർ തന്നെ മത്തായി 26:28 പറയുന്നുണ്ട്, അനേകരുടെ മോചനത്തിന് വേണ്ടി നൽകപ്പെടുന്ന, ചിന്തപ്പെടുന്ന, പാപമോചനത്തിനായി വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം. അപ്പോൾ ഈശോയുടെ ആ വിമോചന ദൗത്യം ആത്മീയമായ ഒരു സമഗ്ര വിമോചനമായ ഈശോ ആത്മീയമായിട്ടാണ് പ്രഥമമായിട്ടും തന്നെ മോചന ദൗത്യം നിർവഹിക്കുന്ന. പാപങ്ങൾ മോചിക്കുന്നവൻ, മനുഷ്യൻ്റെ അന്തരാത്മാവിനെ ശുദ്ധീകരിക്കുന്നവൻ, അവന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നവൻ, അങ്ങനെ ഉള്ള ഒരു രക്ഷകനാണ് ഈശോ മിശിഹ. കന്യകയിൽ നിന്ന് പിറന്ന ഈശോ മിശിഹ, രക്ഷകനായ ഈശോ, പാപങ്ങൾക്ക് പരിഹാരമായി തീർന്ന ഈശോ. ദിയാത്തസ്രോൻ കമൻ്ററി, അതിൻ്റെ വ്യാഖ്യാനത്തിൽ മാർ അപ്രയം പിതാവ് ഇത് ഒരു പൂർവാപര വൈരുദ്ധ്യത്തിൻ്റെ ഒരു സങ്കേതം ഉപയോഗിച്ചുകൊണ്ട്, അതായത് പാരഡോക്സ് എന്ന് പറയും. അതായത് ആദ്യ മനുഷ്യൻ ആദം കന്യാഭൂമിയിൽ നിന്നും, കന്യാഭൂമി എന്ന് പറഞ്ഞ് വെർജിൻ എർത്ത്, അതിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ ഇവിടെ രണ്ടാം ആദം കന്യകയിൽ നിന്ന് ജനിക്കുന്നു എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ ഹവ്വായുടെ ജനനം ഇതുപോലെ തന്നെയാണ്, ആദത്തിൻ്റെ ഭാര്യയിൽ നിന്നാണ്, കോഞ്ചുഗൽ റിലേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധത്തിൽ നിന്നല്ല ജനിക്കുന്നത്. ഇതുപോലെ തന്നെ ആണ് ഈശോയുടെ ജനനവും ദൈവത്തിൻ്റെ ഒരു ഇടപെടലിലൂടെയാണ്. ഈ ആദത്തിൻ്റെ ഹവ്വയുടെയും ഒരു പുത്രൻ കായൻ, അവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും സഹോദരൻ്റെ ഘാതകനായി തീരുകയും ചെയ്തുവെങ്കിൽ, അങ്ങനെ അലഞ്ഞിരുന്ന് നടന്നെങ്കിൽ ഈ പുതിയ ആദമായ ഈശോ മിശിഹ സഹോദരങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയായി അർപ്പിച്ചു എന്ന് മാറപ്പുറം പിതാവ് പറയുകയാണ്. അപ്പം അങ്ങനെ ഈശോയുടെ ആ ജീവിതം ഒരു സമർപ്പണത്തിൻ്റെയും പാപമോചനത്തിന് വേണ്ടി സ്വയം അർപ്പിക്കുന്നൊരു ജീവിതമാണ്. ആ കർത്താവിൻ്റെ ലക്ഷ്യം ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുക. യഥാർത്ഥ മോചനം ആന്തരിക മോചനമാണ്, ഹൃദയത്തിൻ്റെ മോചനമാണ്. പാപത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും, പാപജീവിതത്തിൽ നിന്നുമെല്ലാം മനുഷ്യനെ മോചിപ്പിക്കുക. അതിന് കർത്താവ് ഈശോ മിശിഹായ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ മന്ത്രതന്ത്രങ്ങൾ കൊണ്ടും അവൻ നടത്തുന്ന അനുഷ്ഠാനങ്ങൾ കൊണ്ടും പാപമോചനം സാധ്യമാവുകയില്ല. അത് സാധിക്കുന്ന, ആ പാപമോചനം നൽകുന്ന യഥാർത്ഥ വ്യക്തി ഈശോയാണ്. അതുകൊണ്ട് ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ രക്ഷ പ്രാപിക്കും എന്നുള്ള സത്യം അറിയിക്കുകയാണ്. മറ്റൊന്നുകൂടെ അതിന് കൂട്ടിച്ചേർക്കുകയാണ്. അത് യെശയ്യായുടെ പ്രവചനം 7:14, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും,
ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള അമ്മനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ഇമ്മാനുവേൽ എന്ന വാക്ക് ഇംഗ്ലീഷ് വാക്കാണ്. അമ്മനുവേൽ, അമ്മൻ, വിത്തസ്, ഏൽ, ഗോഡ് ഈസ് വിത്തസ്, ദൈവം നമ്മോടുകൂടെ, അതാണ് സുറിയാനി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. ഇത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഒരു ക്രിസ്തുവിജ്ഞാനിയും സഭാവിജ്ഞാനിയും എല്ലാം എടുത്തു കാണിക്കുന്ന പ്രത്യേകമായൊരു പദപ്രയോഗമാണ് അമ്മനുവേൽ, ദൈവം നമ്മോടുകൂടെ. മത്തായി 18:20, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ കാണുന്നത് മത്തായി 28:20, ഇതാ ലോകാവസാനം വരെയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം നമ്മളുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്നുള്ള ആ കാര്യം പൂർത്തിയാക്കുന്ന, അതാണ് ആദിമസഭയിൽ വിശുദ്ധ ജസ്റ്റിൻ മുതലുള്ള എല്ലാ സഭാപിതാക്കന്മാരും ഈ യേശയ്യാ പ്രവചനത്തെ കാണിക്കുന്നത്. അത് ഈശോയുടെ ആ കന്യാജനനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അവൻ നമ്മോടുകൂടി ആയിരിക്കുവാൻ വേണ്ടി വന്നവനാണ്. ദൂരെയുള്ളൊരു ദൈവമല്ല, അടുത്തുള്ളൊരു ദൈവം, നമ്മോട് കൂടെ വസിക്കുന്ന, നമ്മളുടെ ഭാഗതയെ ഏറ്റെടുക്കുന്ന ഒരു ദൈവം. ആ ദൈവപുത്രനായ ഈശോ മിശിഹ അങ്ങനെയാണ്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ അവിടെ 9-ാം വാക്യത്തിൽ പ്രത്യേകമായി മോശ പറയുന്നൊരു വാക്കുണ്ട്. ഞങ്ങൾ ദുശാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളുടെ കൂടെ വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളോടെ ആയിരിക്കണമേ. അവിടെ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. 6-ാം വാക്യത്തിൽ കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസത്തിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. അങ്ങനെ സ്നേഹമയനായൊരു ദൈവം, ആ രക്ഷിക്കുന്നവനായ ദൈവം, ആ ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ കൂടെ വരണമേ. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ വസിക്കുന്നതായിരുന്നു വാഗ്ദാന പേടകം. ദേവാലയം പണിതപ്പോഴും അതുതന്നെയാണ്. ആ ദേവാലയത്തിൽ ദൈവ സാന്നിധ്യം വസിക്കുന്നു. ഷെഖീന എന്ന് പറയും. ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു സ്ഥലത്ത് വസിക്കുന്നതിനാണ് പറയുന്നത്. പക്ഷെ ഒരു വ്യക്തിയിൽ വസിക്കുന്നതായിട്ട് പറയുന്നത് ഈശോയിലാണ് വസിക്കുന്നത്. അപ്പോൾ ഈശോയിൽ വരുമ്പോൾ അത് കർത്താവിൻ്റെ ആ എമ്മാനുവേൽ പ്രോഫസി, അതായത് എമ്മാനുവേലിനെ കുറിച്ചുള്ള, അമ്മനുവേലിനെ കുറിച്ചുള്ള ആ പ്രവചനമെല്ലാം മൂർത്തീഭവിക്കുന്നത് ഈശോ എന്ന വ്യക്തിയിലാണ്. ഈശോയിൽ ദൈവം വസിക്കുന്നു. ആ ഈശോയോടൊപ്പം നാമും വസിക്കണം. ഈശോ നമ്മോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ വസിക്കുന്നു. സക്കറിയയുടെ പ്രവചനം 2-ാമത്തെ വായനയിൽ നമ്മളിന്ന് ശ്രവിക്കുന്നു. സക്കറിയ 2-ാം അധ്യായം 10-ാം വാക്യം. അത് ജെറുസലേം പുത്രിമാരോട് പറയുന്ന വാക്കാണ്. ജെറുസലേമിനോട് അവരുടെ തകർച്ചയിൽ നിന്നും വിപ്രവാസത്തിൽ നിന്നും തിരിച്ചു വരാൻ വേണ്ടി ദൈവം അവസരമെടുക്കുകയാണ്. സിയോൻ പുത്രിയെ പാടി ഉല്ലസിക്കുക, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് അനേക ജനതകൾ കർത്താവിനോട് ചേരും, അവർ എൻ്റെ ജനമാകും, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും. സക്കറിയ 2:9-10. അപ്പോൾ ആനന്ദ കീർത്തനം ആലപിക്കുക, ദൈവം നമ്മോടുകൂടെ വസിക്കും. ആ പ്രവചനം പൂർത്തിയാകുന്ന ഈശോയിലൂടെയാണ്. ഈശോ നമ്മോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കർത്താവിൻ്റെ ആ വരവ്, കർത്താവിൻ്റെ ആ മനുഷ്യാവതാരം മനുഷ്യരോട് കൂടി ആയിരിക്കുവാൻ വേണ്ടി വരുന്നവനാണ്. ഇന്നത്തെ ലേഖനത്തിലെ വെളിപാടിൻ്റെ പുസ്തകത്തിൽ യോഹന്നാൻ്റെ ദർശനത്തിലും പറയുന്നുണ്ട്, അവിടെ കർത്താവ് മനുഷ്യനോടുകൂടി വസിക്കുന്ന കർത്താവിനെക്കുറിച്ചാണ്. വെളിപാട് 21:3-ാം വാക്യം, സ്വർഗത്തിൽ നിന്നും സിംഹാസനത്തിൽ നിന്നും ഒരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കുകയും ചെയ്യും. അപ്പം കർത്താവിൻ്റെ ജനം ആകുന്ന സമൂഹം കർത്താവിനോടൊത്ത് വസിക്കുന്നവരാണ്. അവിടുന്ന് അവരോടുകൂടി ആയിരിക്കും, അവരുടെ മിഴികളിൽ നിന്നും കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടാവുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല, പഴയതെല്ലാം കടന്നുപോയി, ഇതാ ഞാൻ സകലതും നവീകരിക്കുന്നു, സിംഹാസനത്തിരിക്കുന്നവൻ പറയുകയാണ്. വെളിപാട് 21:5. ഈ സകലതും നവീകരിക്കുന്നവനായ കർത്താവ്, ആ കർത്താവിൻ്റെ ജനനമാണ് ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ സുവിശേഷത്തിൽ യോസേപ്പിന് കൊടുക്കുന്ന ആ വെളിപാട് എന്താണ്? കർത്താവ് കൂടെ വസിക്കുന്നവനാണ് എന്നുള്ള സത്യമാണ്. ഇത് കേട്ടതിന് ശേഷം എന്തിനു വേണ്ടിയാണ് ഇത് അരുളി ചെയ്യപ്പെട്ടത്? പഴയ നിയമ വാക്കുകളെല്ലാം പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിക്കുന്നത്. വിശുദ്ധ സുവിശേഷം പലപ്പോഴും ആവർത്തിക്കുന്നതാണ്. പഴയ നിയമത്തിലുള്ള ആ വാഗ്ദാനങ്ങളെല്ലാം ഈശോയിൽ പൂർത്തീകരിക്കുന്നു. കർത്താവ് ലോകത്തിലേക്ക് വന്നത് പൂർത്തീകരിക്കുവാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട്. നിയമങ്ങളുടെ എല്ലാം പൂർത്തീകരണം മത്തായി 5:17. നീക്കിക്കളയുവാനല്ല നിവൃത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്നാണ് മണിക്കത്തനാരുടെ വിവർത്തനത്തിൽ പറയുന്നത്.
പഴയ നിയമ കാര്യങ്ങൾ എല്ലാം പൂർത്തീകരിക്കുക, നിവൃത്തിയാക്കുവാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഈ സന്ദേശം ലഭിക്കുമ്പോൾ യോസേപ്പ് പിതാവിൻ്റെ പ്രതികരണമാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. യോസേപ്പ് പിതാവ് നിശബ്ദനായൊരു വ്യക്തിയാണ്. സുവിശേഷത്തിൽ യോസേപ്പ് പിതാവ് സംസാരിക്കുന്നില്ല, പക്ഷെ ശക്തനായ ഒരു പ്രവൃത്തിയുടെ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ തച്ചൻ, അധ്വാനനിരതനായ വ്യക്തി. അദ്ദേഹം എന്ത് ചെയ്യുന്നു? യോസേപ്പ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. 24-ാം വാക്യത്തിൽ തുടർന്ന് 3-4 പ്രാവശ്യം ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട് ഈ 1-2 അധ്യായങ്ങളിൽ. ദൈവിക സന്ദേശം ലഭിക്കുമ്പോൾ മടിച്ചു നിൽക്കാതെ അപ്പോൾ തന്നെ ഉണരുകയാണ്. നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ വാക്കുകൾ പ്രവർത്തനനിരതമാക്കി കർമ്മനിരതമായൊരു ജീവിതമാണ് യോസേപ്പ് പിതാവിൻ്റെ ജീവിതം. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. അപ്പോൾ മാതാവിനെ തന്നോടൊപ്പം സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അപ്പോൾ ഈശോയുടെ ജനനം കൂടെ ഇവിടെ വിശദീകരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ യോസേപ്പ് പിതാവ്, മഹാവിരക്തനായ യോസേപ്പ് പിതാവ് കന്യകയായ മറിയത്തെ സംരക്ഷിച്ചു എന്നാണ് നമ്മളുടെ സുവിശേഷത്തിലെ പാരമ്പര്യം. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അതിനുശേഷം അറിഞ്ഞുവെന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല. അവൻ ശിശുവിന് ഈശോ എന്ന് പേരിട്ടു. ഇതാണ് 1-ാം അധ്യായത്തിൻ്റെ പാരമ്യം. ഈശോ എന്ന പേരിടണം. അതിടുമ്പോഴാണ് യോസേപ്പ് പിതാവ് യഥാർത്ഥത്തിൽ ആ ഈശോയുടെ വളർത്ത പിതാവായി മാറുന്നത്. യോസേപ്പ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ യോസേപ്പ് എന്ന് പറഞ്ഞാൽ വളർത്തുന്നവൻ എന്നാണ്. ഒരു പിതാവ് വളർത്തുന്നവനും പരിപാലിക്കുന്നവനും സംരക്ഷിക്കുന്നവനുമാണ്. യോസേപ്പിനുള്ള അറിയിപ്പിൻ്റെ അവസരത്തിൽ യോസേപ്പ് പിതാവിനെ പ്രത്യേകമായി നമുക്ക് അനുസ്മരിക്കാം. യോസേപ്പ് പിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് 12-ാം പീസ് മാർപ്പാപ്പ 1955 പ്രഖ്യാപിക്കുകയുണ്ടായി. അവർ തന്നെ യോസേപ്പ് പിതാവിൻ്റെ വർഷമായിട്ട് 2020-21 ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയുണ്ടായി. യോസേപ്പ് പിതാവിൻ്റെ വലിയ പ്രാധാന്യം, സഭയുടെ സംരക്ഷകനാണ് യോസേപ്പ് പിതാവ്. അതുകൊണ്ട് യോസേപ്പ് പിതാവിനോടുള്ള ഭക്തിക്കും തന്നെ പ്രത്യേക ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ദൈവത്തോടുള്ള ഭക്തി ആരാധനയാണ്, ലാത്രയ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. മാതാവിനോടുള്ളത് ഹൈപ്പർദൂലിയ, അത്യധികമായ വണക്കം, അതാണ്. യോസേപ്പ് പിതാവിനോടുള്ളത് പ്രോട്ടോദൂളിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പ്രഥമമായ വണക്കം എന്നാണ്. അങ്ങനെ യോസേപ്പ് പിതാവിന് മാതാവിന് ശേഷം ഏറ്റവും വലിയ വണക്കം നൽകുന്നത് യോസേപ്പ് പിതാവിനാണ് നൽകേണ്ടത്. യോസേപ്പ് പിതാവ് സഭയുടെ സംരക്ഷകൻ, തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനാണ്, തിരുസഭയുടെ സംരക്ഷകനാണ്. ആ തിരുക്കുടുംബത്തെ പരിപാലിച്ച് അവിടെ നിന്ന് രക്ഷിച്ച് പരിശുദ്ധ അമ്മയും മകനെയും രക്ഷിച്ച് ആ തിരുക്കുടുംബത്തിന് നയിച്ചവനാണ്. അതുകൊണ്ട് യോസേപ്പ് പിതാവിൻ്റെ ആ ഒരു കരപരിലാളനം നമ്മളുടെ സമൂഹത്തിന്, സഭയ്ക്കും ലോകത്തിനും മുഴുവനും ലഭിക്കണം. യോസേപ്പ് പിതാവിൻ്റെ ആ വ്യക്തിത്വത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതൃക, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്നു, കരുണയും സ്നേഹവും നിറഞ്ഞ നീതിനിഷ്ഠമായ അധ്വാനനിരതമായ ജീവിതം, ദൈവിക വെളിപാട്, ഉണർവിലും ഉറക്കത്തിലും ദൈവിക വെളിപാടനുസരിച്ച് ജീവിക്കുന്ന ആ മാതൃക, ഇതെല്ലാം നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ ജനനത്തിരുന്നാൾ ഒരുങ്ങാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.